എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ. അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. പറഞ്ഞപ്പോൾ ടൊവിൻ്റെ കൂടെ വേറൊരു റോള് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽ ഷി വാസ് ബ്ലഷിംഗ്. അടിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാൻ എൻറ്റയർ നടികരുടെ കാസ്റ്റ് ഗ്രൂ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരുകയാണ്. യെസ്, സോ ടീം നടികർ നമുക്കൊരു അടിപൊളി ഫോട്ടോ എടുക്കണം. കുറച്ചും കൂടി കയറുന്നു. എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നു. ലെറ്റ്സ് ടേക്ക് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഈ ഒരു ദിവസത്തിന്റെ ഒരു അടിപൊളി ഓർമ്മ കൂടി ലെറ്റ്സ് ക്രിയേറ്റ് ഇറ്റ് ബിക്കോസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ കൊച്ചി. സോ ദിവസം മറക്കണ്ട, ഇറ്റ്സ് മെയ് 3rd ഗ്ലോബൽ റിലീസ്. എല്ലാവരും തിയേറ്ററിൽ എത്തുക. ഹായ് ദിവ്യ, ഹൗ ആർ യു ഡൂയിങ്? Good, I'm very good. Thank you so much. യെസ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പാഷനറ്റ് മൂവി. എനിക്ക് എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി. പിന്നെ വീണ്ടും ടോബിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർലി ഹാപ്പി ആൻഡ് ഹാവിങ് ടു ഷെയർ എ മൂവി വിത്ത് മാമ. ഇറ്റ്സ് ലൈക്ക് അമേസിങ് ഫോർ മീ. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോൾ? പറഞ്ഞപ്പോൾ ടൊവിൻ്റെ കൂടെ വേറൊരു റോള് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽ ഷി വാസ് ബ്ലഷിംഗ്. യെസ്, ചന്തു മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സലിമേട്ടൻ, അതെന്തായിരുന്നു ആ ഒരു ഭാവം? ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യം അച്ഛൻ്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോൾ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു ഹവ് വാണ്ടഡ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചാൻ എന്നതാ അടിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാൻ അടിക്കല്ല. നടികറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നടികറിന്റെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവരാണ്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടൻ. ജീൻചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും ആലൻ ചേട്ടൻ, അനുവേട്ടൻ എന്ന് പറഞ്ഞ എവിടെ അനുവേട്ടനോടെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുവേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. കാരണം എല്ലാവരും ലാലങ്ങളുടെയൊക്കെ ഒരു മൂവിയുടെ പാട്ടാവാൻ പറ്റിയതിൽ അതൊരു നടികരുടെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം, കഥയോ കാണിക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പടണം, അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. അങ്ങനെയൊന്നുമില്ല ഇല്ലേ? അതെ, കണ്ടില്ലേ? താങ്ക് യു. വേറൊന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും എന്ന് പറയണ പോലെ തന്നെ മെയ് 3-ാം തീയതി പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു. എല്ലാ ഒരു സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് കൂട്ടുകാരനുണ്ടാവില്ലേ? അതാണ് ബാലു. ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്, ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് നടികർ വിശേഷം? ഹലോ, ഈ പടം ഇപ്പൊ പോസ്റ്റർ കാണുമ്പോൾ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ
നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത്. അയാളുടെ അപ്സ് ആൻഡ് ഡൗൺസും കുറേ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് നടുക്കൻ. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. Ladies and gentlemen, we have Lal Junior, Jean Lal Paul. വേണം. Oh yes, okay, അടിപൊളി. ഗൈസ്, അപ്പോൾ ഇപ്പം ഇതിനു മുമ്പ് വന്നത് മഞ്ഞുമൽ ബോയ്സ് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അഭിനയിച്ചു നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതിപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സിനിമയാണ്. ദിസ് മൈ ബേബി. ഇതിനെപ്പറ്റി ഒരുപാട് പൊക്കി പറയാനുമില്ല, എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല, വാക്കുകളുമില്ല. അനുഗ്രഹിക്കുക, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. Very happy to have you here. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇവൻ്റ്, ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് പിന്നെ ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ എൻ്റെ സെയിം ടീം ആൻഡ് ക്രൂ. ടൊവിനോ ആണ് പുതിയ ആൾ. ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു വന്ന പോലെയാണ്. താങ്ക് യു സോ മച്ച്. ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻസ് ഉള്ള മൂവിയാണ്. എനിക്ക് തോന്നുന്നു സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ തീർച്ചയായിട്ടും ഈ 3-ാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണുക. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും പ്രതീക്ഷകൾ ഒരുപാടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹനീബിക്ക് ശേഷം ആ ഒരു ടീം, പക്ഷെ ആ ടീം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് 3-ാം തീയതി എത്തേണ്ടത്? ഓൺ യുവർ പെർസ്പെക്റ്റീവ്. ഓക്കെ, ജീൻ്റെ മൂവിയാണ്. സോ ജീൻ്റെ മൂവി എങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ മേലെ ഇതിന് ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ മൂവി. സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻ്റർവ്യൂസും, ആക്ടേഴ്സിൻ്റെയൊക്കെ ഓരോ ഇൻ്റർവ്യൂസും, ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ്, നമ്മൾ ഈ കാണുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂറുള്ളൊരു സിനിമ ഇവർ 100 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ്. പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണു നിറഞ്ഞേക്കാം, ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും, ചിന്തിക്കാനുണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത്. ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ. ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട്, അങ്ങനെ അല്ല അമ്മയായിട്ട് എന്ന് പറയാൻ പറ്റില്ല.
നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻ ബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോയിൻസിഡൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇതിലൂടെ പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക പൂതന എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയൊക്കെ കിട്ടുന്നത്, ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ചന്തുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലിവേട്ടൻ്റെ കൂടെ 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിവേട്ടൻ്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട്. അത് ഭയങ്കര രസമുള്ള, ആരെയും പ്ലീസ് ചെയ്യാത്ത, അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ്. അവർ നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയാണ് ഓൾ ദി ബെസ്റ്റ്, ഗംഭീരമാവട്ടെ. ബാലു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ 1-ാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്രസിദ്ധപ്പനും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു. പക്ഷെ എപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വാംത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലും സൗഭികയും സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ എനിക്ക് ചെറിഷ് ചെയ്യാനുള്ള കുറേ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. നമ്മുടെ ഡയറക്ടർ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീനും മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇംപ്രൂവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ ഇന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് തന്ന വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കമ്പനി തന്ന എല്ലാവർക്കും നന്ദി. ജീവനും പ്രത്യേകിച്ച് നന്ദി. എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ത്രൂഔട്ട് ദ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു സോ മച്ച്. അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റയർസ് ആണ്. അപ്പോൾ ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ മലയാളികൾ? കാരണം നമ്മൾ തല്ലുമാല കണ്ടു, തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര മേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അല്ല, ഇതിൽ കുറച്ചെണ്ണമുണ്ട്. ഇതിൽ 3 സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കേണ്ട. അപ്പോൾ ആ സിനിമയുടെ ഗെറ്റപ്പുകളുണ്ട്. അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷ് ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട 2 പേരെ പറ്റി പറയാൻ വിട്ടുപോയി. സൗഭികയും സുരേഷ് ഏട്ടനും. അവർ 2 പേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഈ ഫംഗ്ഷൻ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണമെന്ന്. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകാരുകൊണ്ട് അവർക്ക് 2 പേർക്കും വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള 2 പേര് അവർ 2 പേരുമാണ്. പിന്നെയും നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ. ലൈഫ് സ്റ്റൈൽ റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതോ? അല്ല, കേൾക്കാമോ? ശബ്ദം കുറഞ്ഞാണോ? അവര് സൗണ്ട് കുറക്കണമുണ്ടോ? ഞാൻ പറയുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇത് ഒരിക്കലും എൻ്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല. പക്ഷെ എൻ്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിൻ്റെ ലൈഫിൽ നിന്നുമുള്ള ഇൻസിഡൻസും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പടിക്കൽ. ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം തന്നെയാണ്. അതിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കണ്ടു. അപ്പോ നിങ്ങളോടാ
ഇവിടെ നമുക്ക് തല്ലുമാല സിനിമയിൽ ഡാൻസ് കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് കളിച്ചിട്ടില്ല. ഇതിൽ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ് കളിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളൊന്ന് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 2 സ്റ്റെപ്പ് ഞങ്ങൾ നമുക്ക് ഈ കളി എത്ര നേരം വേണമെങ്കിലും തുടർന്നുകൊണ്ട് പോകാം, പക്ഷെ ഡാൻസ് കളിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഒരു സ്റ്റെപ്പ് സംശയമുണ്ടോ? സംശയമുണ്ടോ? സംശയം എനിക്ക് സംശയമൊന്നുമില്ല, കളിക്കില്ല എനിക്ക് ഉറപ്പാണ്. A movie to be celebrated. So this is for Nadigar by Lal Junior, everybody. Yes, thank you. Thanks a lot to the entire crew. But Tomino, Bhavana, Divya,